ബസ് നോക്ക്. ഹായ് പറ. ഹായ് പറ. പറ ഹായ് പറ. നമ്മളെല്ലാവരും കൂടെ പോകുന്നത് ടൗൺ ഹാളിലേക്കാണ് കേട്ടോ. സമയം ഏകദേശം ഒരു 7 മണിയോട് അടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് വികമോളുടെ നാടകം ഉണ്ട് കേട്ടോ ഇന്ന്. വിക ആദ്യമായിട്ടാണ് ഒരു നാടകത്തിൽ അഭിനയിക്കുന്നത്. പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നാണ് കേട്ടോ നാടകത്തിൻ്റെ പേര് വരുന്നത്. ഇതിൻ്റെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് മനോജ് നാരായൺ സാറാണ്. ഇത് രചിച്ചിട്ടുള്ളത് സുരേഷ് ബാബു ശ്രീസ്തയാണ്. ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് ഷിൻലേട്ടനും വികയുമാണ്. അപ്പോൾ അതെ വിക ആകെ ടെൻഷനിലാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും എത്തിയിട്ടുണ്ട്. വികേൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ വേറെന്തോ പ്രഭാഷണമോ കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ പുറത്ത് നിന്നിട്ടാണുള്ളത്. അതിനിടയിൽ ബസ് ഉറങ്ങിപ്പോയി. പിന്നെ നമ്മളുടെ കാവാലം ശ്രീകുമാർ സാറ് അവരുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കുറച്ച് സമയം. അപ്പോൾ മാളും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിള്ളേർക്ക് ഉറക്കിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മാളു പിന്നെ നാടകം കാണാൻ നിന്നില്ല, വേഗം പോയി കേട്ടോ. നാടകം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം 7:30 എന്ന് പറഞ്ഞിട്ടുള്ളത് വേറെ പല പരിപാടികളും കാരണം നാടകം കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട്. അപ്പോൾ അതേ മാള് പോകാൻ നോക്കുകയാണ്. വികക്ക് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് വിക പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് കേട്ടോ ഉള്ളത്. ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്. എത്ര ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞാലും നമുക്കൊരു പരിപാടി സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടാവും. ആ ഒരു ടെൻഷൻ വികക്കും ഉണ്ട്. അപ്പോൾ അതേ തെന്നലും വിഹാനൊക്കെ പോകാൻ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ പരിപാടി സ്റ്റേജിലേക്ക് കയറാനുള്ള സമയമായി. അപ്പോൾ നമ്മളുടെ ലാലോട്ടിൻ്റെ ഫ്രണ്ട്സും നാടക പ്രവർത്തകരും ഒക്കെ ബാക്കിൽ ഇങ്ങനെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് പോയിട്ട് എല്ലാവരെയും ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല, കാരണം ബാക്കി എല്ലാവരെയും അറിയാം. അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ കാണുന്നവരാണ് ഇവരൊക്കെ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റേജിൽ ഇങ്ങനെ നമ്മളുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മളെ പ്രിയപ്പെട്ട എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പോൾ അതേ ഇസ്മയിൽ ഖാ എടുക്കാനാവാത്ത പെട്ടിയൊക്കെ എടുത്തിട്ട് പൊന്തിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും സ്റ്റേജിൻ്റെ പിറകിലുണ്ട് കേട്ടോ. പിന്നെ ഈ നാടകത്തിന് മ്യൂസിക് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്വന്തം ലാലോട്ടനാണ്. അപ്പോൾ ലാലോട്ട് പിന്നെ സീരിയസ് ആയിട്ട് പിറകിലാണുള്ളത്, കാരണം ഒരു പ്രൊഫഷനാണല്ലോ. അപ്പോൾ ഇതാ വിക ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. ഒരു നാടോടി പെൺകുട്ടിയുടെ വേഷമാണ് വികക്കുള്ളത്. അപ്പോൾ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ലാലോട്ടിന് ഒന്ന് വന്നിട്ട് ജസ്റ്റ് 2 കോമഡിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മുടെ അശോകേട്ടനുണ്ട്. വിക എപ്പോഴും പറയും അശോകേട്ടൻ ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഷിൻലേട്ടനും വികക്കും ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക് പോയി കേട്ടോ. പിന്നെ ഇത് ഇരുട്ടായിരുന്നേ. വടകര ക്യൂട്ട് തിയേറ്റർ ഒരുക്കുന്ന രംഗഭാഷ. നാടകരചന സുരേഷ് ബാബു ശ്രീസ്ഥ. അരങ്ങത്ത് ഷിനിൽ, വിക. സംഗീതം പ്രേംകുമാർ വടകര. കവിത ഡോക്ടർ PK അനിൽകുമാർ. പാടിയവർ പ്രേംകുമാർ വടകര, അജേഷ്. എക്സിക്യൂഷൻ അനിൽ ലാലു, പ്രദീപ് മേമുണ്ട, ഇസ്മയിൽ കടത്തനാട്, അഭിഷേക് KP, അശോകൻ വളയിൽ. രംഗോപകരണങ്ങൾ സുബീഷ് ചേളന്നൂർ. രൂപകൽപ്പനവും നാടക സംവിധാനവും മനോജ് നാരായൺ. എന്റെ സ്വപ്നങ്ങൾ എനിക്ക് അവിടേക്കൊന്ന് പോണം. Mama,
വേണ്ട. സത്യം പറഞ്ഞാൽ വിക അവിടെ നിന്ന് അഭിനയിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ കണ്ണും മനസ്സും ഒക്കെ നിറയായിരുന്നു കേട്ടോ. കാരണം ഉള്ളിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനെ വികേനൊക്കെ സ്റ്റേജിൽ കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടവും സന്തോഷവും ഒക്കെയാണ്. കാരണം നമ്മളുടെ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു സന്ദർഭങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഞങ്ങളുടെ കുട്ടി നല്ല ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഷിൻലാഡിൻ്റെ കാര്യം പിന്നെ ഞാൻ പറയണ്ടല്ലോ, ഓരോ നോട്ടത്തിലും ഓരോ ഭാവത്തിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് നമ്മൾ മുൻപും കണ്ട് ആസ്വദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഷിൻലാഡിൻ്റെ കൂടെ കട്ടക്ക് നിൽക്കാൻ വികക്ക് പറ്റിയെന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. പിന്നെ ലാലോണിനെ സംബന്ധിച്ചിടത്തോളം നാടകം എന്നുള്ളത് ഒരു പാഷനാണ്. അതെനിക്ക് കല്യാണത്തിന് മുമ്പ് അറിയാമെങ്കിലും കല്യാണത്തിന് ശേഷമാണ് ഞാനതിൻ്റെ തീവ്രത അധികമായിട്ട് മനസ്സിലാക്കിയത്. അപ്പം എങ്ങനെ എവിടെ ഒരു നാടകം ഉണ്ടെങ്കിലും ലാലോണിന് അത് പോയി കാണും, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇടപെടും. അങ്ങനെ ഒരു പ്രത്യേക തരം ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിനൊരിക്കലും ഞാനൊന്നും തടസ്സം നിന്നിട്ടില്ല. എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നാടകത്തിൻ്റെ അവസാന ഭാഗത്തിലേക്കെത്തി നിറഞ്ഞ കയ്യടിയാൽ അവിടെ നാടകം അവസാനിപ്പിച്ചു കേട്ടോ. രൂപപ്പെടുത്തിയ ഒരു പുതിയ തിയേറ്ററാണ് ക്യൂട്ട് തിയേറ്റർ, ചിൽഡ്രൻസ് യൂണിറ്റ് ഫോർ തിയേറ്റർ എക്സ്പെരിമെൻറ്റ് എന്നാണ് ഈ തിയേറ്ററിൻ്റെ പേര്. ഇത് വൈഗ സെൻറ് ആൻഡ്രീസ് സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഞാൻ ഷിനെ. ഇതിൻ്റെ ലൈറ്റ് ചെയ്തത് ഇസ്മയിലാണ്. ഇതിൻ്റെ മ്യൂസിക് എക്സിബിഷൻ ചെയ്തത് അനിൽ ലാലുവാണ്. ഞങ്ങളോടൊപ്പം വടകരയിലെ മുഴുവൻ നാടക പ്രവർത്തകരും ഉണ്ടായിരുന്നു. ഇതിൻ്റെ സംവിധായകൻ മനോജ് നാരായണനാണ്. ഇത് എഴുതിയിരിക്കുന്നത് സുരേഷ് ബാബു ശ്രേഷ്ഠയാണ്. ഇന്നലെ ദീപക് നാവൻ സാറിൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ കാണുകയും 1 വർഷം മുമ്പ് ഉണ്ടാക്കിയ ഒരു പ്രൊജക്റ്റാണ് അത് ഈ വർഷമാണ് ചെയ്യുന്നത്. അടുത്ത ഷോ ദീപക് നാവൻ സാറിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഈ ജനുവരി ലാസ്റ്റ് മാസം. അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തിന് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നാടകം കാണാനുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോയി ഈ നാടകം അവതരിപ്പിക്കാനുള്ള ഭാഗ്യം കൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ നാടകത്തിൻ്റെ ഒരു മൂവി തിയേറ്ററായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. മുഴുവൻ പേരുടെയും സഹായവും സഹകരണവും ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ കൂടെ നിന്ന് മുഴുവൻ നാടകത്തിലും കൽപ്പറ്റ നാരായണ മാഷിനും നാരായണനൊക്കെ ഞങ്ങളുടെ ഗുരുവായൂർ സാറിനൊക്കെ ഞങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ഭാഷ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഈ ഗ്രൂപ്പ് തിയേറ്ററിനെ വളർത്താൻ നിങ്ങളുടെ സഹായം കൂടി ഉണ്ടാവണം. ചിൽഡ്രൻസ് യൂണിറ്റ് ഫോർ തിയേറ്റർ എക്സ്പെരിമെൻ്റ് എന്നാണ്. ഇനിയും ഇതുപോലെ നാടകങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഒരുപാട് സ്നേഹം സ്നേഹം ലാലു വാ.
ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തങ്ങളിലൂടെയാണ് കേട്ടോ ഞങ്ങൾ ആ സമയം കടന്നു പോകുന്നത്. കാരണം വികിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ആദ്യത്തെ നാടകമാണ്. പക്ഷേ അവൾ അഭിനയിച്ചതിന് ശേഷം എല്ലാവരും വന്ന് അവളെ കെട്ടിപ്പിടിക്കുമ്പോഴും അവൾക്ക് ആശംസകൾ അറിയിക്കുന്നതൊക്കെ കാണുമ്പോൾ വീണ്ടും വീണ്ടും സന്തോഷം കൊണ്ട് ഞങ്ങളുടെ കണ്ണ് നിറയുകയായിരുന്നേ. ഞങ്ങൾ ഓരോരുത്തർക്കും ഒരുപാട് സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണിത്. പ്രത്യേകിച്ച് ലാലോടിന്. കാരണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലാലോടിൻ്റെ നാടകത്തിനോടുള്ളൊരു പാഷൻ, അത് വികിയെ അഭിനയിച്ച് കാണുമ്പോൾ ഉള്ളൊരു പ്രത്യേക ഒരു സന്തോഷം കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോവാൻ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു സർപ്രൈസ് ഇവിടെ ഒരുക്കി വെച്ചത് അറിഞ്ഞത്. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ 10ാം വിവാഹ വാർഷികമാണ് ജനുവരി 10-ന്. അന്ന് തന്നെയായിരുന്നു കേട്ടോ നമ്മളുടെ വികേൻ്റെ നാടകവും വരുന്നത്. അപ്പോൾ ആ ദിവസം ലാലോടിന് അത്രയും തിരക്കുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു കേക്ക് കട്ട് ചെയ്യാൻ പോലും ലാലോടിനെ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് പിറ്റേന്നൊരു കേക്കൊക്കെ കട്ട് ചെയ്യാന്നുള്ള തീരുമാനത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ നോക്കുകയാണ്. ലാലോടിന് വേറൊരു നാടക സ്ഥലത്തേക്ക് പ്രോപ്പർട്ടീസ് എത്തിച്ചു കൊടുക്കാനുണ്ട്. അപ്പോഴത്തേക്ക് ലാലോടിനും പോകാൻ നോക്കുകയാണ്. അങ്ങനെയാണ് ഈ ഒരു സർപ്രൈസ് അവിടെ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത്. ഈ സർപ്രൈസ് ഒരുക്കിയത് വികയും ഭവീച്ചിയും അമ്മയൊക്കെ കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വികേൻ്റെ നാടകവും ഈ വെഡ്ഡിങ് ആനിവേഴ്സറിയൊക്കെ ഒരുമിച്ച് വന്നു. ഒരുമിച്ച് നമുക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഇത് ആഘോഷിക്കാൻ കഴിഞ്ഞു. അതൊക്കെ തന്നെ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളുടെ വീട്ടിലായിരുന്നെങ്കിൽ ഇവരൊന്നും ഉണ്ടായിരുന്നില്ല. ലാലോടിൻ്റെ എല്ലാ നാടക പ്രവർത്തകരും കൂടെയുണ്ട്. നമ്മളുടെ എല്ലാ ബന്ധുമിത്രാദികളും കൂടെയുണ്ട്, സുഹൃത്തുക്കൾ കൂടെയുണ്ട്. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ 10ാം വിവാഹ വാർഷികം ആഘോഷിക്കാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഇതേ നമ്മൾ എല്ലാവരും ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു. അതിനിടയിൽ അമ്മേൻ്റെ ഒക്കെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ അവരതൊക്കെ തന്നു. കനകേട്ടൻ അത് തുറന്നു നോക്കി. ഒരു ഫോട്ടോ ഫ്രെയിമായിരുന്നു. അപ്പോൾ നമ്മളുടെ വിവാഹ വാർഷികവും വികേൻ്റെ നാടകത്തിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ളത്. ഞാൻ എന്നും പറയുന്നത് പോലെ നിങ്ങളെപ്പോലെ തന്നെ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരിയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളെ കൂടെ കൂട്ടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പുതിയ കുറേ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ശരി, ബൈ.